മുതിർന്ന പൗരന്മാർ അറിയുവാൻ. പല രോഗങ്ങളല്ല, സ്വാഭാവികമായ പ്രായാധിക്യ ലക്ഷണങ്ങളാണ്. നിങ്ങൾ രോഗിയല്ല, നിങ്ങൾക്ക് വയസ്സാവുകയാണ്. നിങ്ങൾ രോഗമാണെന്ന് കരുതുന്ന പല ലക്ഷണങ്ങളും ശരീരം വയസ്സാകുന്നതിൻ്റെ സ്വാഭാവിക സൂചനകളാണ്. ഒന്നാമതായി, ഓർമ്മശക്തി കുറയുന്നത് ആൽസമേഴ്സ് രോഗമല്ല, മറിച്ച് മസ്തിഷ്കം തന്നെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്. ഭയപ്പെടേണ്ടതില്ല, മസ്തിഷ്കം പഴകുകയാണ്, രോഗമല്ല. നിങ്ങൾ താക്കോൽ എവിടെ വെച്ചു എന്ന് മറന്നേക്കാം, പക്ഷേ സ്വയം കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ അത് ഡിമെൻഷ്യയല്ല. നടക്കുമ്പോൾ മന്ദഗതിയും കാലുകൾ അസ്ഥിരമാകുകയും ചെയ്യാറുണ്ട്. അത് പാരാലിസിസ് അല്ല, പേശികൾ ക്ഷയിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. പരിഹാരം മരുന്നല്ല, കൂടുതൽ ചലനമാണ്. അടുത്തത് ഉറക്കമില്ലായ്മ. അത് രോഗമല്ല, മസ്തിഷ്കം അതിൻ്റെ റിതം ക്രമീകരിക്കുകയാണ്, ഉറക്കത്തിൻ്റെ ഘടന മാറുകയാണ്. ഉറക്കമരുന്നുകൾ അധികമായി കഴിക്കരുത്. അധികം ആശ്രിതരായാൽ വീഴ്ചകളും ഓർമ്മക്കുറവും വർദ്ധിക്കാറുണ്ട്. മുതിർന്നവർക്കുള്ള ഏറ്റവും നല്ല ഉറക്കമരുന്ന് പകൽ സമയം സൂര്യപ്രകാശത്തിൽ സമയം ചെലവഴിക്കുക എന്നതാണ്. ശരിയായ ദിനക്രമം പാലിക്കുക. ശരീരവേദന അത് റൂമറ്റിസം അല്ല, നാഡികൾ പ്രായാധിക്യത്താൽ ദുർബലമാകുകയാണ്. അതിൻ്റെ സ്വാഭാവിക ലക്ഷണങ്ങൾ മാത്രം. കൈകാലുകൾ എല്ലായിടത്തും വേദനിക്കുന്നു എന്ന് പല മുതിർന്നവരും പറയാറുണ്ട്. ഇത് റൂമറ്റിസമാണോ, എല്ല് വളർച്ചയാണോ എന്നെല്ലാം നമ്മൾ സംശയിക്കാറുണ്ട്. എല്ലുകൾ ദുർലഭമാകാം, എന്നാൽ 99% ശരീരവേദനയും രോഗമല്ല. ഇത് നാഡീപ്രവാഹം മന്ദഗതിയിലാകുകയും വേദന കൂടുതൽ തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ മാത്രമാണ്. വേദനനാശിനികൾ പരിഹാരമല്ല. പരിഹാരം വ്യായാമം, ഫിസിയോതെറാപ്പി, ലളിതമായ മസാജ് മരുന്നിനേക്കാൾ ഫലപ്രദമായി കാണാറുണ്ട്. കൊളസ്ട്രോൾ കുറച്ച് കൂടുതലായാൽ ഒരു കുഴപ്പവും വരാറില്ല. കാരണം കൊളസ്ട്രോൾ ഹോർമോണുകളും കോശഭിത്തിയും നിർമ്മിക്കാൻ ആവശ്യമാണ്. അധികം കുറവായാൽ പ്രതിരോധ ശക്തി കുറയാറുണ്ട്. പ്രായം കൂടുന്നത് രോഗമല്ല, അത് ജീവിതത്തിൻ്റെ സ്വാഭാവിക വഴിയാത്രയാണ്. മുതിർന്നവർക്കും അവരുടെ മക്കൾക്കും ചില നിർദ്ദേശങ്ങൾ. എല്ലാ അസ്വസ്ഥതയും രോഗമല്ല. ഭയം മുതിർന്നവരുടെ ശത്രുവാണ്. മക്കൾക്ക് പ്രധാനമാകേണ്ടത് രക്ഷിതാക്കളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് മാത്രമല്ല, അവരോടൊപ്പം നടക്കുക, സംസാരിക്കുക, ഭക്ഷണം പങ്കിടുക, ബന്ധം പുലർത്തുക. വയസ്സാവുക ശത്രുവല്ല, അത് ജീവിതത്തിൻ്റെ ഒരു പേര് മാത്രമാണ്. ആരോഗ്യത്തോടെ ജീവിക്കുക. വൃദ്ധാവസ്ഥ 60-ൽ തുടങ്ങി 80 വരെ നീളുന്നു. അടുത്ത ഘട്ടം 80-ൽ തുടങ്ങി 90-ൽ അവസാനിക്കുന്നു. ദീർഘായുസ് 90-ൽ തുടങ്ങി മരണത്തോടെ അവസാനിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈവശം മാത്രം നിർത്തുക. എപ്പോൾ പുറത്തു പോകണം, ആരോടൊപ്പമാവണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ആരെ വിളിക്കണം, എപ്പോൾ ഉറങ്ങണം, എന്ത് വായിക്കണം, എന്ത് ആസ്വദിക്കണം, എല്ലാം നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഇതിൽ വേറൊരാളുടെ ഉപദേശം നിങ്ങൾ തേടരുത്. സ്വന്തം സന്തോഷം എന്ന് തോന്നുന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരും. അതില്ലാതിരിക്കുക. ജീവിതം നന്നായി ആസ്വദിക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ഓക്കെ, ശുഭം.